പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. എല്ലാവർക്കും സ്വാഗതം. ഞാൻ അന്ന് വീഡിയോ എടുത്തതുപോലെ ഒരു ധൈര്യം എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ശരിയൊക്കെ കൊള്ളാം, എന്തെങ്കിലുമൊക്കെ പറ. ഹായ്, എൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എങ്ങനെ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കുറച്ച് നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ മുന്നിൽ ആഡ് ചെയ്തേക്കുന്ന കണ്ടല്ലോ. അത് ഞാനൊരു ദിവസം ഒരു 2-3 ദിവസം മുന്നേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. പക്ഷേ അതും ഫ്ലോപ്പായി. പിന്നെ എൻ്റെ മൂഡ് പോയിട്ട് പിന്നെ വേറൊരു ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ സെക്കൻഡ് വീഡിയോ എടുക്കാൻ ഫസ്റ്റ് വീഡിയോ എടുത്തപ്പം ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ചിലപ്പോൾ എടുത്തേക്കാം എന്നുള്ളൊരു ഇതല്ലാതെ ഉറപ്പിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു ഞാനിങ്ങനെ വ്ളോഗിങ് ചെയ്യും അല്ലെങ്കിൽ മുന്നോട്ട് വീഡിയോസ് എടുക്കും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം ഈ ക്യാമറ നോക്കി പറയുന്നത് മുന്നേ ശീലമില്ലാത്തത് കൊണ്ട് വീട്ടിലുള്ളവരുടെ മുന്നിലാണെങ്കിലും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് ഒരിച്ചിരി വിയേർഡായിട്ടും ഒരു ഓക്വേർഡ് ഫീലിംഗ് ഒക്കെ ഉണ്ട് എനിക്ക്. അതാ ഫസ്റ്റ് വീഡിയോയിൽ കാണുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അത്രയും എൻ്റെ മുഖത്ത് ഇപ്പം കാണുന്നുണ്ടായിരിക്കത്തില്ല. എന്നാലും എക്സൈറ്റഡ് ആണ് ഞാൻ. സോ ഈ സെക്കൻഡ് വീഡിയോ എടുക്കാൻ 2 റീസൺസ് ആണുള്ളത്. ഒന്നാമത്തെ റീസൺ, എൻ്റെ ഈ ഫസ്റ്റ് വീഡിയോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ ഫാമിലിയെയും ഒക്കെ കാണിച്ചു. അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് നല്ല കമൻറ്റ്സ് ഞാൻ കേട്ടു. എൻ്റെ സർക്കിൾ, എൻ്റെ ലൈഫിലുള്ള എൻ്റെ ഫ്രണ്ട്സും ഫാമിലി അടങ്ങുന്ന സർക്കിൾ ഒരുപാട് പേരൊന്നുമില്ല, ഒരു കൊച്ചു സർക്കിളാണ്. അവരെ തന്നെയാണ് ഞാൻ വീഡിയോസ് ഒക്കെ കാണിച്ചത്. എൻ്റെ ഫസ്റ്റ് വീഡിയോയ്ക്ക് കിട്ടിയേക്കുന്ന വ്യൂസ് ബിലോ 100 ആണ്. അപ്പോൾ അധികം ആരും ഒന്നും അത് കണ്ടിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ ഇവരെയൊക്കെ കാണിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കമൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വീഡിയോ എടുക്കുന്നത് പോലെ തോന്നിയില്ല, നിൻ്റെ സംസാരം കേൾക്കാൻ രസമുണ്ട്, മുന്നോട്ട് വീഡിയോസ് ചെയ്യണം, ഇതിനകത്ത് കട്ട സപ്പോർട്ട് ഞങ്ങൾ കൂടെ ഉണ്ട്. ഒരാൾ മാത്രം ഭയങ്കരമായിട്ടൊന്ന് ചിരിച്ചു. പക്ഷേ എനിക്കത് ഞാനും അതിൻ്റെ കൂടെ കിടന്ന് ചിരിച്ചു. അല്ലാതെ കാരണം ഇതിൽ ഞാൻ പ്രൊഫഷണലൊന്നും അല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ വിഷമമൊന്നും തോന്നിയില്ല. പക്ഷേ മെജോറിറ്റി ആൾക്കാർ ഒത്തിരി നല്ല രീതിയിൽ അഭിപ്രായം പറഞ്ഞു. എൻ്റെ അമ്മയാണെങ്കിലും നല്ല രീതിയിലാണ് പറഞ്ഞത്. അച്ഛനെ ഞാൻ കാണിച്ചില്ല, നല്ലൊരു വീഡിയോ എടുത്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ ചിലപ്പോൾ ഞാൻ അച്ഛനെ കാണിക്കും, നല്ലതായിട്ട് എടുക്കുകയാണെങ്കിൽ. സോ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്, ഈ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും നല്ല രീതിയിൽ എന്നെ എൻകറേജ് ചെയ്ത് മുന്നോട്ട് പോകും, നിനക്കിത് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് എന്ന് അവർ പറഞ്ഞു. എന്തായാലും സെക്കൻഡ് റീസൺ ഞാൻ പറയാം. സെക്കൻഡ് റീസൺ, ഞാൻ കുറച്ചായിട്ട് കണ്ടൻസ് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക, ഏത് കണ്ടൻറ് എടുക്കണം. ഒരുപാട് കണ്ടൻസ് ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ മുന്നേ ചെയ്ത് വെച്ചേക്കുന്ന യൂട്യൂബേഴ്സിൻ്റെ കണ്ടൻസ് തന്നെ എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. ഒരു 10-20 വീഡിയോ ചെയ്താലേ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ഫീല് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആവത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. സോ ഞാൻ വലിയ കണ്ടൻസ് ഒന്നും എടുക്കാതെ ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് പഠിക്കാം, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, സംസാരിക്കുന്നത് എങ്ങനെയാണ്, ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കുന്നത്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ പണ്ട് തൊട്ടേ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാറുള്ളതുകൊണ്ട് ഒരുവിധം നല്ലതായിട്ട് ഫസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മുന്നോട്ടുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്ത് നല്ലൊരു എഡിറ്ററും കൂടെ ആവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. വീടിൻ്റെ മുൻവശത്താണ് ഞാനിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വെളിയിൽ ആരെങ്കിലും വരുവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് വീഡിയോയിൽ ഡിസ്ട്രാക്ഷൻ വരുന്നതാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. ആ ആൾക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. ഇതിന് മുന്നേയും ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ. പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനോ വീഡിയോ എടുത്ത് വെച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല. ഞാൻ പക്ഷേ എനിക്ക് ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. എല്ലാം എപ്പോഴും ഒന്നും ചെയ്യത്തൊന്നുമില്ല. എനിക്ക് ഒരു മൂഡ് വന്ന് ഇൻട്രസ്റ്റഡ് ആയിട്ട് സമയമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തേക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ വീട്ടിൽ ചെയ്ത് വെച്ചേക്കുന്നത് അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ വെറുതെ കാണിച്ചു തരാം. ഞാൻ തള്ളുകയല്ല എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനൊരു ക്രാഫ്റ്റ് ചെയ്ത് ആ ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാമെന്നാണ്. ഫ്രണ്ടിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പറ്റുവാണെങ്കിൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് ആ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എൻ്റെ റിയാക്ഷൻ എനിക്ക് എടുക്കാൻ പെർമിഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും എടുക്കും. അത് കാണിക്കാൻ പെർമിഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിക്കാം.
പ്രൈവസി നോക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പം അതൊന്നും ചോദിക്കാതെ എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തായാലും അങ്ങനെ കാണിച്ചു തരാൻ പറ്റിയാൽ അത് നല്ലതായിരിക്കും. കാരണം ഇതിന് മുന്നേ ഞാൻ സർപ്രൈസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്കങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ ഇഷ്ടമാണ്. എനിക്ക് സർപ്രൈസ് കിട്ടുന്നതിനേക്കാളും കൂടുതൽ കൊടുത്തിട്ട് ആ കിട്ടുന്ന ആൾക്ക് ഫേസിൽ വരുന്ന ആ ഒരു 2-3 മിനിറ്റ് വരുന്ന ആ ഒരു ഇമോഷൻ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് ദേഷ്യം, സന്തോഷം, സങ്കടം ഇങ്ങനെയുള്ള ഇമോഷൻസ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ സർപ്രൈസ്ഡ് ആവുക എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നൊരു ഇമോഷനല്ല. അപ്പം അത് ഒരിച്ചിരി എന്താ പറയുന്നത്, ഒരു ഇച്ചിരി വാല്യുബിളായിട്ടുള്ളൊരു മൊമെൻ്റ് അല്ലേ. അപ്പം അത് കാണാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനൊരു മൊമെൻറ്റ് എനിക്ക് ക്യാപ്ചർ ചെയ്ത് കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിക്കാം, അല്ലെങ്കിൽ കാണിക്കാൻ പറ്റത്തില്ല. ഒരുപാട് പേര് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊന്ന് വീഡിയോ ആക്കാമെന്ന്. ഇതിനു മുന്നേ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും വീഡിയോ ആയിട്ടോ ഫോട്ടോ ആയിട്ടോ ഒന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല. അപ്പോൾ ഇതെനിക്കാണെങ്കിൽ ഒരു വെറൈറ്റി കണ്ടൻറ്റായിട്ട് കിട്ടുകയും ചെയ്തു. പിന്നീട് എനിക്ക് എടുത്തു നോക്കാനും പറ്റും എന്നുള്ളൊരു, നമുക്ക് പിന്നീട് ഒരു 19 വയസ്സൊക്കെ ആകുമ്പം ഇതൊക്കെ എടുത്ത് നോക്കുമ്പം ഇത് ആ ഒരു സമയത്ത് എൻ്റെ വീട്ടിലിരുന്ന് ചെയ്ത കാര്യങ്ങളാണല്ലോ എന്ന് ഓർക്കാൻ പറ്റുന്നൊരു പ്രഷ്യസ് കാര്യമാണല്ലോ. അപ്പോൾ ഒരു പ്രഷ്യസ് വീഡിയോ ഉണ്ടാക്കാം എന്നാണ് സെക്കൻഡ് റീസൺ. ഞാനിത് റീക്രിയേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്, ഞാനായിട്ട് കണ്ടുപിടിച്ചൊരു ക്രാഫ്റ്റൊന്നുമല്ല. അപ്പോൾ അത് എങ്ങനെയാണ്, എന്തൊക്കെ സാധനങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുണ്ടാക്കിയിട്ട് അവസാനം അതെങ്ങനെയായി വരുന്നു, എന്നിട്ട് അത് ഞാൻ ആ ഫ്രണ്ടിന് കൊണ്ട് കൊടുക്കുമ്പോൾ പറ്റുവാണെങ്കിൽ ആ റിയാക്ഷൻ വീഡിയോ ഞാൻ എടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോട്ട് പോലെ എഴുതി തരാമല്ലോ, പറയാം ആൾക്ക് ഫീൽ ചെയ്തത് എങ്ങനെയാണെന്ന്. സോ നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഡിസ്ട്രാക്ഷൻ വന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതെൻ്റെ വല്യച്ഛൻ എനിക്ക് സ്റ്റാർ ഫ്രൂട്ടുമായിട്ട് വന്നതാണ്. ഈ സ്റ്റാർ ഫ്രൂട്ട് ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ല, എനിക്കിഷ്ടമല്ല. പക്ഷേ എന്നാലും എന്തായിരുന്നു ആ ഡിസ്ട്രാക്ഷൻ എന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സോ ഈ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ അത് റീക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എക്സാക്ട്ലി ഇതെല്ലാം കൊണ്ട് തന്നെയല്ല അതുണ്ടാക്കേണ്ടത്, പക്ഷേ എനിക്ക് കിട്ടിയ ഈ കളേഴ്സും ഈ പെയിൻറ്റും ഈ സ്റ്റിക്കറും പിന്നെ ഈ മോൾഡും പിന്നെ ഈ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഡവും പിന്നെ ഈ കയറും ഇതൊക്കെ യൂസ് ചെയ്താണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഞാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്, ഇന്നലെ രാത്രി ഇരുന്ന് ചെയ്തതാണ്. ഇത് എയർ ഡ്രൈ ക്ലേ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ചെയ്താൽ സക്സസ്ഫുൾ ആവുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ഇന്നലെ ചെയ്ത് നോക്കിയതാണ്. ഇത് ക്ലേ ആണ്, പക്ഷേ ഇത് ഡവ് ആണ്. സോ ഈ ഡവ് യൂസ് ചെയ്ത് ഞാനിപ്പോൾ ചെയ്യാൻ പോവുകയാണ്. ഇത് അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരെണ്ണം വെച്ചായിരിക്കും നമ്മൾ സാധനം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ക്രീം കളറിലെ ഡവ് കുറച്ചെടുത്തിട്ട് ഞാൻ അതിങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി, ചെറുതാണ് എടുത്തത്. അതിങ്ങനെ റൗണ്ട് ആക്കിയിട്ട് പ്രസ് ചെയ്തിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കണം. ഒരു ചെറിയൊരു ഷേപ്പ് മതി. നമ്മൾ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ കുഴച്ചെടുക്കത്തില്ല, അതുപോലെ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റാറിൻ്റെ മോൾഡ് എടുത്ത് അതിൻ്റെ പുറത്ത് വെക്കുക. എന്നിട്ട് ആ ഷേപ്പിലാക്കി എടുക്കണം. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹാങ്ങിങ് പോലത്തെ സാധനം ഉണ്ടാക്കാനാണ്. ഈ താഴെ ഇരിക്കുന്ന ക്ലേ കണ്ടില്ലേ, ആ ക്ലേയിൽ ഞാൻ ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോൾ വഴി നമ്മൾ ഈ കയറിങ്ങനെ ഇട്ടിട്ട് പോയിട്ട് അതിങ്ങനെ ഒരു ഹാങ്ങിങ് പോലെ ഉണ്ടാക്കാനാണ്. പക്ഷേ ഞാൻ ഈ എടുത്തേക്കുന്ന ഡവ് ഭയങ്കര സോഫ്റ്റാണ്, ക്ലേ പോലല്ല. അപ്പോൾ എനിക്ക് ഹോളിട്ട് ഇത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം, അവസാനം എന്താ വരുന്നതെന്ന് നോക്കാം. അതുപോലെ ഞാൻ വേറെ കളേഴ്സും എടുത്തു. ഇതാണ് ആ മോൾഡ് സ്റ്റാർ. ഞാൻ യെല്ലോ കളറിലെ എടുത്തിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ആ സ്റ്റാർ അതിൻ്റെ പുറത്ത് വെച്ചിട്ട് അതുപോലെ തന്നെ മോൾഡ് ചെയ്തെടുക്കുകയാണ് സ്റ്റാർ ഷേപ്പിൽ. ഇതെന്തായാലും ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവസാനം ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തത്. ഇതിങ്ങനെ ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ റെഡ് കളറിൽ ഞാൻ എടുത്തു. കളേഴ്സ് എല്ലാം കണ്ട എൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണത്. പിന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതിൻ്റെ സന്തോഷമാണ് ഞാൻ ഈ കാണിക്കുന്നത്. പിന്നെ എടുത്ത കളറ് പിങ്ക് ആയിരുന്നു, പക്ഷേ പിങ്ക് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് എൻ്റെ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കുമായിരുന്നു. ഞാൻ പിന്നെ ഗ്രീൻ കളർ എടുത്തു. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രസ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ആ സ്റ്റാർ വെച്ച് പിന്നെയും സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത്
സ്റ്റാർസ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. അതാണിതെല്ലാം. പിന്നെ എടുത്തത് ക്ലേ ആണ്. ക്ലേയുടെ പുറത്ത് ഞാൻ ഗ്ലിറ്ററാണ് തേക്കുന്നത്, ഗോൾഡൻ കളറിലെ. കാരണം എനിക്ക് പെയിൻറ്റ് ഞാൻ 2 എണ്ണം വാങ്ങിച്ചു. പിന്നെ ബോധമില്ലാതെ ഗ്ലിറ്ററാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. സോ ഞാൻ വലിയ പീസിന് ഞാൻ ഗ്ലിറ്റർ തേച്ചു. അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ഒരു ചെറിയ ഡാൻസൊക്കെ കളിക്കുകയാണ്. പിന്നെ വലിയ പീസസിനെല്ലാം ഞാൻ അങ്ങനെ ഗോൾഡൻ കളറിലെ ഗ്ലിറ്റർ തേച്ചു. ഇനി ചെറിയ പീസ് എടുത്തിട്ട് ഞാൻ ബ്രൗൺ കളറിലെയും ഗ്രീൻ കളറിലെയും പെയിൻ്റായിരുന്നു വാങ്ങിച്ചിരുന്നത്. ബ്രഷില്ല, പക്ഷെ എനിക്ക് കൈകൊണ്ട് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കൈകൊണ്ട് ചെയ്തു. കളർ അടിച്ചു വെച്ചു, ഗ്രീനും ബ്രൗണും. ദെൻ ഈ ചരട്, ഈ ഒരു കയറെടുത്തിട്ട് ആവശ്യത്തിന് ഞാൻ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇനി ഓരോ പീസസും, ഈ ഓരോ ബിഗ് വണ്ണും സ്മോൾ വണ്ണായിട്ടുള്ള എല്ലാം ആ ഹോളിലൂടെ ഞാൻ ഹോളിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്തൂടെ കയറ്റി ഇങ്ങനെ ഒരു ഹാങ്ങിങ് പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്തത്. അത് ഞാൻ കുറച്ച് ചെയ്തു, അതിൻ്റെ ഇളക്കമാണത്. ഞാനിപ്പോൾ ഈ ക്ലേ വെച്ച് യൂസ് ചെയ്തതിനെല്ലാം പെയിൻ്റ് അടിച്ചു. ഇതൊരു ഗ്ലിറ്ററാണ് അടിച്ചേക്കുന്നത്, ഗോൾഡൻ ഗ്ലിറ്റർ. ഇത് പച്ച പെയിൻറ്റ്, ഇത് ബ്രൗൺ പെയിൻറ്റ്. ഇത് ചേർത്ത് ഒരു ഹാങ്ങിങ് പോലൊരു സാധനമാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ ഈ ഡവ് വെച്ചുണ്ടാക്കിയേക്കുന്ന സ്റ്റാർസൊക്കെ ഭയങ്കര സോഫ്റ്റാണ്, അപ്പോൾ അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലേ ആകുമ്പോൾ കട്ടിയായിട്ടിരിക്കും, പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഗിഫ്റ്റ് വെക്കുന്ന ബോക്സിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഈ സ്റ്റാർസ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം തീർന്നു. അത് എടുത്ത് കാണിക്കുകയാണ് ഞാനിപ്പോൾ. ശരിക്കും റിയലായിട്ടുള്ളത് ലവ് ഷേപ്പായിരുന്നു, പക്ഷെ ഞാൻ ഡിഫറെൻ്റായിട്ട് ഈ ഒരു ഷേപ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കറിയത്തില്ല, ഞാൻ എന്തോ ഉണ്ടാക്കാൻ ശ്രമിച്ചതാ. ചെറുതായിട്ട് ഫ്ലോപ്പായിട്ടുണ്ട്. മണ്ടയ്ക്കോട്ട് പൊട്ടുമോ? ഇല്ലില്ല. വലിയ ഹൈക്കുള്ള സാധനങ്ങളൊന്നും ഇല്ല. എടുത്തോട്ടെ? എടുക്ക്. ഒന്ന് പോയി. സാരമില്ല, ഡെക്കറേഷന് വേണ്ടി വെച്ചതാ. ഇതിനകത്തിട്ടോ സ്റ്റാറിനെ? ഓ, സ്റ്റാർ ഡെക്കറേഷനാണോ? എന്നെ വീഡിയോ എടുക്കല്ലേ ബ്ലഡി ഗ്രാമേഴ്സ്. ഇതൊക്കെ എപ്പോ ഉണ്ടാക്കി? ഇന്നലെ ഉണ്ടാക്കിയതാ. നീ അന്ന് മറ്റേ സാധനം തന്നില്ലേ, അത് ഞാൻ എൻ്റെ ഇരിപ്പെടുത്തു. എടി, ഇത് വലിയ സംഭവം ഒന്നും അല്ല കേട്ടോ. ഇത് ക്ലേ. ഇഷ്ടപ്പെട്ടോ മാളു? എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം മറ്റേ ഉണ്ടാക്കിക്കൊണ്ടുള്ളതല്ലേ. അപ്പൊ എനിക്ക് ടൈം, ഞാൻ വിചാരിച്ച പോലെ ശരിയായില്ല. പക്ഷെ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തോ എനിക്ക് മനസ്സിലായില്ല, പക്ഷെ എനിക്ക് മനസ്സിലായില്ല. എന്തോ ഹാങ് ചെയ്യുന്നതാ കേട്ടോ. ഹാങ് ചെയ്യാം, വണ്ടിയിലൊക്കെ തൂക്കായിരുന്നല്ലേ? വണ്ടിയിൽ തൂക്കാനുള്ള ക്വാളിറ്റി ഒന്നും അതിനില്ല. ഞാൻ സൂക്ഷിച്ചോ. Happy birthday to you. Happy birthday to Malu. Happy birthday to you. അങ്ങനെ എൻ്റെ ഫ്രണ്ട് സർപ്രൈസ്ഡായി. നിങ്ങൾ കണ്ടതുപോലെ അവൾ ഹാപ്പി ആയിട്ട് അത് എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എൻ്റെ കൂടെ കോളേജിൽ ഒരു 3 വർഷം ഞങ്ങൾ ഒരുമിച്ച് ഡിഗ്രിക്ക് പഠിച്ചവരാണ്. അവളുടെ പേര് മാളു എന്നാണ്, മാളവിക ജയകുമാർ. അവൾ ഇതിന് പെർമിഷൻ തരുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ കണ്ടൻറ്റിന് ഈ ഒരു റിയാക്ഷൻ വീഡിയോയും കൂടെ വരുമ്പോഴേ അതിനൊരു പൂർണ്ണത കിട്ടത്തുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഞാൻ അവളുടെ വീട്ടിൽ ചെന്നിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്ത് ചായ കുടിക്കാൻ പോയി, അവിടെയും കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെ ഇറങ്ങുന്ന സമയമായപ്പോഴാണ് ഞാനിത് കൊടുത്തത്. അപ്പം അവളത് എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. മുന്നെയൊക്കെ ഞാൻ ബർത്ത്ഡേക്ക് അവളാണ് എൻ്റെ ഇര, അവൾക്കാണ് ഞാൻ ഇങ്ങനത്തെ സർപ്രൈസുകളും ഇങ്ങനെ ഗിഫ്റ്റുകളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. എൻ്റെ മറ്റു ഫ്രണ്ട്സൊക്കെ ഇത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ട് എനിക്കൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ലായിരിക്കും, ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. കാരണം എൻ്റെ മെയിൻ ഇര ഇവളായിരുന്നു. അപ്പം അവൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നായിരിക്കണം, പക്ഷേ ഇത്രയും നേരം കൊടുക്കാതിരുന്ന് ലാസ്റ്റ് കടയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കൊടുത്തത് കൊണ്ട് എക്സ്പെക്റ്റ് ചെയ്തില്ലെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. പിന്നെ വീട്ടിൽ വന്നിട്ട് മാളുവിൻ്റെ അനിയനും ഫാമിലിയും കൂടെ ഒരു കേക്ക് കട്ടിങ് സർപ്രൈസ് ഉണ്ടായിരുന്നു. അതിലും പങ്കെടുക്കാൻ പറ്റി, ഫുഡ് കഴിച്ചു. അങ്ങനെ നല്ലൊരു ഡേ ആയിരുന്നു എനിക്കും.
എന്തായാലും ഈ ഒരു കണ്ടൻറ്റ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കണം, ഇങ്ങനൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ മാത്രമായിരുന്നു. പക്ഷേ ഇത്രയും നല്ലൊരു രീതിയിൽ ആ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും വിചാരിച്ചില്ല. അതുകൊണ്ട് ഞാൻ വളരെയധികം ഹാപ്പിയാണ്. പിന്നെ ഇനിയൊരു വീഡിയോ എടുക്കുമോയെന്ന് എനിക്കറിയത്തില്ല. നല്ലൊരു കണ്ടൻറ്റ് കിട്ടുവാണെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഒന്നുകൂടെ നല്ലതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത്. അല്ലാതെ ഞാനൊരു വലിയൊരു കണ്ടൻറ്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിലൊന്നും അല്ല. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.